ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ലക്ഷ്മിപ്രിയ. ഈ അടുത്ത് നമ്മുടെ കേറ്ററ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു അല്ലേ? കുറേ പേർക്ക് കേറ്ററ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഇത്തവണ കേറ്ററ്റ് അവരുടെ കയ്യിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മളാരും നിരാശരാവേണ്ട യാതൊരു ആവശ്യമില്ല. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അടുത്ത കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വരും. ഇനിയും നമുക്ക് എഴുതി നോക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും വൈകരുത്, ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കും തോറും അവസാനം നമുക്ക് എന്താവും, ഒട്ടും പഠിച്ചാൽ തീരാത്തത്ര ഒരു വലിയ മലയായിട്ട് ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കും. ആ ഒരു സമയത്താണ് അങ്ങനെ പഠിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് കേട്ടിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തിരിക്കേണ്ട, ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഏറ്റവും അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട മലയാളത്തിലെ ശ്രദ്ധേയരായ ചില നോവലിസ്റ്റുകളെയും കഥാകാരന്മാരെയും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക. നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ടും ചരിത്രവുമായി ബന്ധപ്പെട്ടും വ്യാകരണവുമായി ബന്ധപ്പെട്ടും ഒക്കെ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? പലപ്പോഴും ഈ പഠിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല റെഫറൻസ് ബുക്കുകളൊക്കെയും കിട്ടാറുണ്ട്. പക്ഷേ ഈ പുതിയ എഴുത്തുകാരെയൊന്നും പരിചയപ്പെടാനായിട്ടുള്ള അത്ര മികച്ച റെഫറൻസ് ബുക്കുകളൊന്നും നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. ഏറ്റവും പുതിയ കവികളെയും നോവലിസ്റ്റുകളെയും കഥാകാരന്മാരെയും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റാതെ പോകുന്നതോ അവരുടെ രചനകളെക്കുറിച്ച് അറിയാൻ പറ്റാതെ പോകുന്നതോ ഒക്കെ കേട്ടിട്ടുള്ള ഒരുപാട് പേരുടെ മാർക്ക് കളയുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പുതിയ എഴുത്തുകാരെ, അവരുടെ ശ്രദ്ധേയമായ രചനകളെ, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോവുക. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് നമ്മുടെ പുതിയ എഴുത്തുകാർ എന്നുള്ളത് അല്ലേ? ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക വി ഷിനിലാലിനെയാണ്. ഈ ഒരു അടുത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു എഴുത്തുകാരനാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ കേട്ടറ്റൊക്കെ പഠിക്കുമ്പം അവാർഡുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ഏറ്റവും പുതിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ 2022 കേരള സാഹിത്യ അക്കാദമി നോവലിനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് വി ഷിനിലാൽ. ഒരു നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്ന രീതിയിലൊക്കെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഉടൽ ഭൗതികം എന്നൊരു നോവലായിരുന്നു. ഈ ഒരു നോവൽ തന്നെ, ആദ്യത്തെ കൃതി തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അത് കാരൂർ സ്മാരക നോവൽ പുരസ്കാരം നേടുകയും ആദ്യത്തെ കാരൂർ സ്മാരക നോവൽ പുരസ്കാരം നേടുകയും ചെയ്ത ഒരു കൃതിയാണ് കേട്ടോ ഉടൽ ഭൗതികം. മറന്നു പോകരുത്, ഷിനിലാലിൻ്റെ ആദ്യ നോവലാണ് ഉടൽ ഭൗതികം. അതുപോലെ തന്നെ പ്രഥമ കാരൂർ സാഹിത്യ പുരസ്കാരം നേടിയ, കാരൂർ സ്മാരക നോവൽ പുരസ്കാരം നേടിയ കൃതി കൂടിയാണ് ഏത്? ഉടൽ ഭൗതികം എന്ന ഷിനിലാലിൻ്റെ നോവൽ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം തൊട്ട് മുൻപ് പറഞ്ഞ ഒരു കാര്യം, 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു കൃതി, അതും എഴുതിയത് ഷിനിലാലാണ്. ഏതാണ് കൃതിയുടെ പേര്? സമ്പർക്ക ക്രാന്തി എന്നാണ് ആ കൃതിയുടെ പേര്. 2022 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ്. ഒരു ട്രെയിൻ യാത്രയെ മുൻനിർത്തിയിട്ട് രചിച്ചിരിക്കുന്ന ഒരു കൃതിയാണ്. അത് നമുക്ക് ചോദിക്കാം കേട്ടോ. ഇതിവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും പുതിയ കൃതികളെക്കുറിച്ച് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരം തൊട്ട് ഡൽഹി വരെ നീളുന്ന ഒരു ട്രെയിൻ യാത്രയിൽ, ഒരു ട്രെയിനിനെ മുഴുവൻ ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമായി കണ്ടുകൊണ്ട് ആ ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളെ മുൻനിർത്തി ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രത്തെ അല്ലെങ്കിൽ വർത്തമാനകാല സംഭവങ്ങളെ മുഴുവൻ അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായൊരു നോവലാണ് സമ്പർക്ക ക്രാന്തി. ഇത്തവണത്തെ പുരസ്കാരം നേടിയ നോവൽ കൂടിയാണ്. ഇനി അതുപോലെ തന്നെ പത്മരാജൻ നോവൽ പുരസ്കാരം നേടിയ ഒരു കൃതി കൂടി ഷിനിലാലിൻ്റേതായിട്ടുണ്ട്. 124 എന്ന് പറയുന്ന ഒരു കൃതിയാണ് കേട്ടോ. 124 എന്ന ഷിനിലാലിൻ്റെ കൃതിക്കാണ് പത്മരാജൻ നോവൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നുള്ള കഥാസമാഹാരം. അത് മറന്നുപോകരുത്, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഈ അടുത്ത ഏതോ ഒരു പരീക്ഷയിൽ ഈ ഒരു ചോദ്യം കണ്ടിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഷിനിലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലൊരു ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടറാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം സമ്പർക്ക ക്രാന്തി എന്നുള്ള ആ ഒരു നോവലുമായിട്ട് അതിനൊരു ബന്ധമുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷിനിലാലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഒന്നുകൂടെ പറഞ്ഞു പോകാം. ആദ്യത്തെ നോവലാണ് ഉടൽ ഭൗതികം. അതിന് കാരൂർ സ്മാരക നോവൽ പുരസ്കാരം കിട്ടി. ആദ്യത്തെ കാരൂർ സ്മാരക നോവൽ പുരസ്കാരം കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു നോവലാണ് സമ്പർക്ക ക്രാന്തി. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ 124 എന്നുള്ള ആ ഒരു രചന, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥാസമാഹാരം. ഇത്രയും കൃതികൾ ഓർത്തിരിക്കുക.
അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഷിനിലാലിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത എഴുത്തുകാരൻ ആരാണ്? PF മാത്യൂസ് ആണ്. PF മാത്യൂസിനെ നമ്മൾ ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പട്ടികയിൽ കണ്ട് പരിചിതമാണ്. അതിനു മുൻപ് തന്നെ നമുക്ക് അദ്ദേഹത്തെ വളരെ പരിചിതമാണ്. ഒരുപാട് കഥകളും നോവലുകളും അതുപോലെ തന്നെ തിരക്കഥകളും ഒക്കെ രചിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ, ഒരുപാട് സീരിയലുകളുടെ തിരക്കഥകളും രചിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് PF മാത്യൂസ് അല്ലേ? നിങ്ങൾക്കൊക്കെ പരിചിതനായ വ്യക്തിയാണ്. പൂവങ്കേരി ഫ്രാൻസിസ് മാത്യൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം നോവലിസ്റ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിന് ഇത്തവണ അവാർഡ് നേടിക്കൊടുത്ത ആ ഒരു രചന മുഴക്കം എന്ന കഥയാണ്. മുഴക്കം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ 13 കടൽക്കാക്കകളുടെ ഉപമ എന്നുള്ള ഒരു കൃതിക്ക് ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് അടിയാളപ്രേതം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോവൽ. ഒരു പക്ഷേ നിങ്ങളിൽ പലരും വായിച്ചു പോയിട്ടുള്ള ഒരു നോവൽ കൂടിയാവാം. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് അടിയാളപ്രേതം കേട്ടോ. നമുക്ക് 2022 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏത് കൃതിക്കായിരുന്നു? തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതാണ് സമ്പർക്കക്രാന്തി അല്ലേ? 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് നമ്മുടെ PF മാത്യൂസിൻ്റെ അടിയാളപ്രേതം എന്നുള്ള ആ ഒരു നോവലിനാണ്. അതുപോലെ തന്നെ ചാവുനിലം, കടലിൻ്റെ മണം, ഇരുട്ടിലൊരു പുണ്യാളൻ തുടങ്ങിയവയൊക്കെ PF മാത്യൂസിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള രചനകളാണ്. ഈ കൃതികളെക്കുറിച്ചൊക്കെ ഓർത്തിരിക്കുക, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ്? മുഴക്കത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എന്തിനുള്ളത്? ചെറുകഥയ്ക്കുള്ളത്. അടിയാളപ്രേതം 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവലിനുള്ളത്. മറന്നു പോകരുത്. അത്രയാണ് PF മാത്യൂസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? തിരക്കഥാകൃത്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് സീരിയലുകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച കുറേയധികം ചലച്ചിത്രങ്ങളും അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിശ്രാങ്ക് എന്ന ചലച്ചിത്രം, കുട്ടിശ്രാങ്ക് എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത് നമ്മുടെ PF മാത്യൂസ് ആണ്. ആ ഒരു തിരക്കഥയ്ക്ക് 2009 ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇക്കാര്യം ഒരിക്കലും മറന്നു പോകരുത്. 2009 ദേശീയ പുരസ്കാരം, തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസിനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിശ്രാങ്ക് എന്നുള്ള ആ ഒരു തിരക്കഥയ്ക്കാണ്, ആ സിനിമയുടെ ആ ഒരു ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കാണ്. ഇനി ഈമയൗ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു തിരക്കഥയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതുപോലെ വേറെയും കുറേയധികം സിനിമകൾ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ചലച്ചിത്രങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ഒരാൾ, നമ്മളിപ്പം 2 പേരെ പറഞ്ഞു, ഷിനിലാലിനെ പറഞ്ഞു, PF മാത്യൂസിനെ പറഞ്ഞു. മൂന്നാമത് ആയിട്ട് വരുന്ന ഒരാൾ R രാജശ്രീയാണ്. R രാജശ്രീ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് അല്ലേ? R രാജശ്രീ ഒരൊറ്റ നോവൽ എഴുതിക്കൊണ്ട് തന്നെ എല്ലാ വായനക്കാരെയും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വായനക്കാരെ മുഴുവൻ തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു എഴുത്തുകാരിയാണ് R രാജശ്രീ. R രാജശ്രീയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ഒരു നോവലിസ്റ്റാണ്. അവരുടെ നോവലിൻ്റെ പേര് ഇപ്പം എല്ലാവർക്കും പരിചിതമായ പേരാണ്. എന്താണ്? കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. ഈ നോവലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഈ നോവൽ ശരിക്കും എഴുതി തുടങ്ങിയത് എവിടെയാണ്? ഫേസ്ബുക്കിലാണ് അല്ലേ? ഫേസ്ബുക്കിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് എഴുതി തുടങ്ങി വളരെയധികം ജനപ്രിയമായി മാറിയ ഒരു നോവലാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. അപ്പോൾ ഇതിങ്ങനെ ഫേസ്ബുക്കിൽ എഴുതി പോകുന്നു, ഒരുപാട് വായനക്കാരുണ്ടാകുന്നു. വായനക്കാർ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനപ്രിയത മനസ്സിലാക്കിയിട്ട് ഇത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു? ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ കോപ്പികളും, ആദ്യ പതിപ്പിലെ മുഴുവൻ കോപ്പികളും വിറ്റ് തീർന്നു എന്നാണ് പറയുക. അതും ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നത് ഫേസ്ബുക്കിലാണ് എഴുതി തുടങ്ങിയത്, പിന്നീടാണത് പുസ്തകമായി മാറുന്നത്. പുസ്തകമായി മാറിയപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യ പതിപ്പ് മുഴുവൻ വിറ്റ് തീർന്ന ചരിത്രം സൃഷ്ടിച്ച ഒരു കൃതി കൂടിയാണ് രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഒരു കൃതി കൂടിയാണ് ഈ ഒരു നോവൽ. നമ്മളിപ്പോൾ 3 വർഷത്തെ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആർക്കൊക്കെയാണ് നേടിയതെന്നും ഏത് പുസ്തകങ്ങൾക്കാണ് നേടിയത് എന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞു. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് PF മാത്യൂസിൻ്റെ അടിയാളപ്രേതം എന്നുള്ള നോവലാണ്. അതുപോലെ 2021 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയാണ്. ഇനി
1922 പുരസ്കാരം നേടിയത് ഷിനിലാലിൻ്റെ സമ്പർക്കക്രാന്തി എന്നുള്ള ആ ഒരു നോവലാണ്. അതോടൊപ്പം നമ്മൾ PF മാത്യൂസിൻ്റെ മുഴക്കം എന്ന കഥ പരിചയപ്പെട്ടപ്പോഴും ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? 2022 ചെറുകഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് PF മാത്യൂസിൻ്റെ മുഴക്കം എന്നുള്ള ആ ഒരു കഥയാണ്. ഇനി പ്രകാശനത്തിന് മുൻപ് തന്നെ വിറ്റഴിക്കപ്പെട്ട ഈ ഒരു കൃതിയെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് എഴുതിയത് എന്നുള്ളതും മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് വിനോയ് തോമസ് ആണ്. നമ്മുടെ രാജശ്രീ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അതേ സമയത്ത് തന്നെ മറ്റൊരു നോവലും കൂടി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരുന്നു. രാജശ്രീയുടെ കല്യാണിയെന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനൊപ്പം ഏത് നോവലാണ്? വിനോയ് തോമസിൻ്റെ പുറ്റ് എന്നുള്ള നോവൽ കൂടി അവാർഡിന് അർഹമായിരുന്നു. അപ്പം ആ പുറ്റ് നോവൽ എഴുതിയ വിനോയ് തോമസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുക. അദ്ദേഹവും നോവലുകൾ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ, വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെയധികം പാരിസ്ഥിതികമായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ചെറുകഥകളും അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചെറുകഥയാണ്. എന്താണ്? മൂർഖൻ പറമ്പ് എന്നാണ് ആ ചെറുകഥയുടെ പേര്. ആദ്യത്തെ ചെറുകഥ വിനോയ് തോമസിൻ്റെ ആദ്യത്തെ ചെറുകഥയാണ് മൂർഖൻ പറമ്പ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലും വളരെയധികം പാരിസ്ഥിതിക ചിന്തകൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒരു നോവലാണ്. എന്തായിരുന്നു അതിൻ്റെ പേര്? കരിക്കോട്ടക്കരി എന്നാണ് പേര്. അപ്പോൾ ഈ രണ്ട് കൃതികൾ മറന്നു പോകരുത്. മൂർഖൻ പറമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥയാണ്. അതുപോലെ കരിക്കോട്ടക്കരിയാണ് വിനോയ് തോമസിൻ്റെ ആദ്യത്തെ നോവൽ. വിനോയ് തോമസിനെ കരിക്കോട്ടക്കരിയിലൂടെയും രാമച്ചി എന്നുള്ള ഒരു കഥയിലൂടെയുമാണ് മലയാള സാഹിത്യ ലോകം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അല്ലേ? രാമച്ചിയെക്കുറിച്ച് അറിയാത്തവരോ രാമച്ചി വായിക്കാത്തവരോ വളരെ ചുരുക്കമായിരിക്കും. അത്രയും ജനപ്രിയമായി മാറിയ, അല്ലെങ്കിൽ അത്രയും ശ്രദ്ധേയമായി മാറിയ ഒരു ചെറുകഥയാണ് രാമച്ചി, വിനോയ് തോമസിൻ്റെ രാമച്ചി. ഈ രാമച്ചിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു കൃതി കൂടിയാണ്. ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് രാമച്ചിക്കായിരുന്നു. ഇനി പുറ്റ് എന്നുള്ള നോവൽ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നുള്ള ആ ഒരു നോവലിനൊപ്പം പുറ്റ് എന്നുള്ള നോവൽ കൂടി 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഇനി വിനോയ് തോമസിനെ കുറിച്ച് പഠിക്കുമ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു കഥ അനുരൂപണം ചെയ്യപ്പെട്ട് സിനിമയായി മാറുന്നുണ്ട്. ഏത് കഥയാണ്? കളികമിനാറിലെ കുറ്റവാളികൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥ. മുള്ളരഞ്ഞാണം എന്നുള്ള ഒരു സമാഹാരത്തിൽ നിന്നുള്ള കഥയാണ് കളികമിനാറിലെ കുറ്റവാളികൾ. ഈ ഒരു കഥ അനുരൂപണം ചെയ്യപ്പെട്ട് സിനിമയായി മാറിയപ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു? ചുരുളി എന്നായിരുന്നു, അല്ലേ? ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി എന്നുള്ള ഒരു സിനിമയുടെ കഥ. അപ്പം വിനോയ് തോമസിൻ്റെ കഥയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വേറെയും ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം മറ്റു പലരുമായിട്ട് ചേർന്നൊക്കെ കഥ രചിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥയും ചുരുളി എന്നുള്ള ആ ഒരു സിനിമയും വളരെ ശ്രദ്ധിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക. സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. ഇത് ഏത് കഥയുടെ അനുരൂപണമാണ് എന്നുള്ള രീതിയിൽ അനുരൂപണം ആ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പഠിക്കുന്ന പുതിയ കാലത്തെ വളരെ ശ്രദ്ധേയനായ മറ്റൊരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് നൊറോണ, അല്ലേ? ഫ്രാൻസിസ് നൊറോണ ഈ ഒരു അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ്, അല്ലേ? കുറേയധികം വിവാദങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിൻ്റെ 2 നോവലുകളാണ് ഉള്ളത്. ആദ്യത്തെ നോവൽ ഏതായിരുന്നു? അശരണരുടെ സുവിശേഷം എന്നുള്ള നോവലാണ്, അല്ലേ? ഈ ആലപ്പുഴയിലെ തീരദേശ ജനജീവിതവും ലത്തീൻ കത്തോലിക്കരുടെ ജീവിതവും ഒക്കെ ഇതിവൃത്തമായി വരുന്ന കൃതികളാണ് നൊറോണ എഴുതിയിട്ടുള്ളതിലധികവും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില കഥകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കഥകളാണ്. ഏതൊക്കെയാണ്? തൊട്ടപ്പൻ എന്നുള്ള കഥ. തൊട്ടപ്പൻ എന്നുള്ള പേരിൽ തന്നെ സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ഷാനവാസ് കെ ബാവുക്കുട്ടിയാണ് അത് ചലച്ചിത്രമാക്കി മാറ്റിയത്. അപ്പോൾ അനുരൂപണത്തിൽ നമ്മളൊരു സിനിമ കൂടി അവിടെ പഠിക്കുകയാണ്. തൊട്ടപ്പൻ, ഫ്രാൻസിസ് നൊറോണയുടെ കഥ, അതേ പേരിൽ തന്നെ ഷാനവാസ് കെ ബാവുക്കുട്ടി സിനിമയാക്കി മാറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കഥകളാണ് കക്കുകളി, ആദാമിൻ്റെ മുഴ, ഇരുൾ രതി, കടവരാൽ, പെണ്ണാച്ചി തുടങ്ങിയവയൊക്കെ. കക്കുകളിയും ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അതൊരു നാടകമാക്കി മാറ്റിയതും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പം കക്കുകളി എന്നുള്ളതും വളരെ ശ്രദ്ധിക്കപ്പെട്ട ആരുടെ കഥയാണ്? നമ്മുടെ ഫ്രാൻസിസ് നൊറോണയുടെ കഥയാണ്. അദ്ദേഹം ലത്തീൻ കത്തോലിക്കരുടെ ജീവിതവും തീരദേശ ജീവിതവും ഒക്കെയാണ് കൂടുതലും തൻ്റെ കഥകളിൽ ഒരു പശ്ചാത്തലമാക്കി വെക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഫ്രാൻസിസ് നൊറോണയെ മറന്നു പോകാതിരിക്കുക. അപ്പോൾ ഇത്രയും പേരെയാണ് നമ്മൾ ഇന്ന് 5 എഴുത്തുകാരെയാണ് പഠിച്ചത്. ആരൊക്കെയായിരുന്നു? ഷിനിലാലിനെ പഠിച്ചു, അതുപോലെ തന്നെ വിനോയ് തോമസ്, PF മാത്യൂസ്, രാജശ്രീ,
ഏറ്റവും ഒടുവിലായിട്ട് ഫ്രാൻസിസ് നൊറോണ. ഈ 5 എഴുത്തുകാരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇന്ന് തന്നെ ഇത് കുറിച്ച് വെക്കുക. നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കുറേയധികം പുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതിനൊക്കെ അപ്പുറം ഏറ്റവും പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി, ഏറ്റവും പുതിയ എഴുത്തുകാരെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചൊക്കെ കൂടി നിങ്ങൾ നന്നായിട്ട് അറിവുള്ളവരായിരിക്കണം. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വായനയാണ്. കൂടുതലും ആനുകാലികങ്ങളൊക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ പുസ്തകങ്ങൾ, നമ്മൾ മലയാളം അധ്യാപകരാകാൻ പോകുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് വായന തീർച്ചയായും നമ്മുടെ കൂടെ ഉണ്ടാവണം. പുതിയ പുസ്തകങ്ങളൊക്കെ തീർച്ചയായിട്ടും എടുത്ത് വായിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോവലുകളും കഥകളും കവിതകളും ഒക്കെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു വായനാശീലം ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക. അത് നമ്മുടെ ഈ ഒരു എല്ലാ മത്സര പരീക്ഷകൾക്കും മികച്ച വിജയം നേടാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ആ ഒരു തിരക്കുകൾക്കൊക്കെ ഇടയിൽ പലപ്പോഴും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിച്ചു മുന്നേറാനൊന്നും സാധിക്കണമെന്നില്ല അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു കൈത്താങ്ങിൻ്റെ ആവശ്യമുണ്ടാകും. ആ ഒരു കൈത്താങ് തരാനായിട്ട് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത K3 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അടുത്തൊരു K3 തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഇവിടെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കുള്ള സൂം ക്ലാസ്സുകൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും, നമുക്ക് എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ഏത് സമയത്തും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ പുതിയ K3 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. പഠനം നാളത്തേക്ക് മാറ്റിവെക്കാനുള്ളതല്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്